അച്ഛാ, ഇന്ന് കേരള ഹൈക്കോടതി ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അവരുടെ നിയമനത്തെ റദ്ദ് ചെയ്തിരിക്കുകയാണ്. അച്ഛൻ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്? വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിയമനം ഒരു പ്രഹസനമാണ് എന്ന് ആദ്യത്തെ നിമിഷത്തിൽ തന്നെ പറഞ്ഞ ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല, മുനമ്പംകാർക്കും വലിയ സന്തോഷമായിരിക്കും. കാരണം മുനമ്പംകാർ അന്ന് ജുഡീഷ്യൽ കമ്മീഷന് ഈ സർക്കാർ നിയമിച്ച അന്ന് പന്തം കൊളുത്തി പ്രകടനം നടത്തിയതാണ്. അതായത് അവർക്ക് ശക്തമായ എതിർപ്പ് ഈ ഒരു രീതിയോടുണ്ടായിരുന്നു. എന്താ കാരണം? അതായത് മുനമ്പം ജനതയെ അവരുടെ സമരവീര്യത്തെ കെടുത്താനോ സമരത്തെ നിർത്തിക്കളയാനോ വേണ്ടി സർക്കാർ പ്രയോഗിച്ച വെറും ഒരു പൊടിയിടൽ, കണ്ണിൽ പൊടിയിടൽ ഏർപ്പാടായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് കൊടുത്ത നവംബർ 22-നാണല്ലോ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചത്. കൊടുത്ത ആ ഒരു അപ്പോയിൻമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഭൂമിയുടെ കിടപ്പ്, സ്വഭാവം, വിസ്തൃതി, അതിര് ഇതെല്ലാം വ്യക്തമാക്കുക. രണ്ട്, അവിടെ ശരിയായ താമസക്കാരുടെ അവരുടെ പുനരധിവാസത്തിന് ഉള്ള അല്ലെങ്കിൽ അവരെ അവിടെ നിലനിർത്താനുള്ള സജഷൻസ് നൽകുക. ഈ രണ്ട് സംഗതികളാണ് ഇതിലുണ്ടായിരുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന വഖഫ് ബോർഡിൻ്റെ തട്ടിപ്പ് വാദങ്ങൾ, അവകാശവാദങ്ങൾ, അതിലാണ് പ്രശ്നമുള്ളത് എന്ന് സർക്കാർ തിരിച്ചറിയുന്നില്ല. അതിലാണ് പ്രോബ്ലം ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി ഇതൊക്കെ സോൾവ് ചെയ്യാമെന്ന് സർക്കാരിന് പറയാനാവില്ല. കാരണം അതുപോലൊരു നിയമമാണ് വഖഫ് ആക്ട് 1995. അപ്പോൾ ഒന്ന്, ഈ വഖഫ് ബോർഡ് എടുത്തിരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ ആ ഒരു അവകാശവാദത്തിൻ്റെ അപകടം അത് വേണ്ട രീതിയിൽ പ്രതിഫലിക്കുന്നില്ലായിരുന്നു ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിയമനത്തിൽ. രണ്ട്, വഖഫ് നിയമത്തിൻ്റെ ഒരു കൃത്യമായ അവബോധം സർക്കാരിനുണ്ടോ എന്നും ആ നിയമനത്തിലൂടെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, അജ്ഞത, സർക്കാരിൻ്റെ അജ്ഞത ഇതിലുണ്ട് എന്ന് മാത്രമല്ല, നോക്കണം, ശരിയായ താമസം, ബോണഫീദെ എന്നുള്ള പ്രയോഗം പോലും അതിലുണ്ടായിരുന്നു. അപ്പോൾ ബോണഫീദെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വഖഫ് ബോർഡ് വഖഫായി പ്രഖ്യാപിച്ച് വഖഫ് ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ പെൻഡിങ്ങിൽ നിൽക്കുന്ന കേസാണെന്ന് ഓർക്കണം. ആ സമയത്ത് ഈ ബോണഫീദെ എന്നുള്ള പ്രയോഗം അത് അപകടമാണ്. ഡെഫാക്ടോ എന്നായിരുന്നു എങ്കിൽ കുറച്ചുകൂടി മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, സർക്കാരിന് ഒരു വിവരവുമില്ലാത്ത രീതിയിലാണ്, തികഞ്ഞ അജ്ഞതയുടെ ശൈലികളാണ് ഈ മുനമ്പം രീതിയിൽ കാണുന്നത്. അത് ബോധപൂർവം അജ്ഞത ഉണ്ടാക്കുകയാണോ? എന്നിട്ട് ഓർക്കണം, പിന്നീട് ഈ ജുഡീഷ്യൽ കമ്മീഷനെ വച്ചിട്ട് പറഞ്ഞത് അവിടെ മുഴുവൻ സർവേ നടത്തണം, അതിന് സഹകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അജ്ഞതയല്ല, അതിനും അപ്പുറത്തേക്ക് ഒരു ഗൂഢാലോചനയാണെന്ന് പോലും സംശയിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, വഖഫ് ബോർഡ് ഇത്തരത്തിലുള്ള അവരുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് 2019 ഈ ഭൂമി സ്വന്തം രജിസ്ട്രിയിലേക്ക് എഴുതി ചേർത്തപ്പോൾ ഈ ഭൂമിയുടെ അളവോ അതിരോ വിസ്തീർണമോ ഒന്നും പറയാതെ, കാണിക്കാതെ, സർവേ ഒന്നുമില്ലാതെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയോ, എന്തൊരു ന്യായമാണ്? ഒരു ഭൂമി എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? അപ്പോൾ രജിസ്ട്രിയിലേക്ക് എഴുതിയെടുക്കുന്നതിനും ഇതെല്ലാം ചെയ്യേണ്ടതായിരുന്നു വഖഫ് ബോർഡ്. പക്ഷേ വഖഫ് ബോർഡിനറിയാം തങ്ങളുടെ അവകാശവാദം അടിസ്ഥാനമില്ലാത്തതെന്ന് വഖഫ് ബോർഡിന് തന്നെ അറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സൂത്രത്തിൽ ഇത് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് വഖഫ് ബോർഡ് നടത്തിയത്. സർക്കാർ അതിന് അല്പമെങ്കിലും കൂട്ടുതിന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല എങ്കിൽ അതുപോലൊരു സർവേ നടത്തണമെന്ന് ആവശ്യം സർക്കാർ ഉന്നയിക്കില്ലായിരുന്നു. കാരണം അങ്ങനെ സർവേ നടത്തി വഖഫ് ബോർഡിന് സർവേ കണക്ക് കൂടി കൊടുത്ത് വഖഫ് ബോർഡിന് നേരെ പിന്നീട് സിവിൽ കോടതിയിൽ പോയി ഈ മ്യൂട്ടേഷൻ പൂർത്തിയാക്കാനുള്ള ഒരു സാഹചര്യമല്ലേ അതിലൂടെ സർക്കാർ ഒരുക്കി കൊടുക്കാൻ ആഗ്രഹിച്ചത്. 1989 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിൽ പണം കൊടുത്ത് വാങ്ങി എല്ലാ ആധാരത്തോടു കൂടിയും കുടിയെടുപ്പ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ ടാക്സ്,
കരമടച്ച് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ സംഗതിയിൽ 36 വർഷം കഴിഞ്ഞിട്ട് എവിടെ നിന്നാണ് ഒരു ക്ലെയിം ആർക്കാണുള്ളത്? 35 വർഷം കഴിഞ്ഞിട്ട് ഈ വഖഫ് ബോർഡിൻ്റെ ക്ലെയിം അത് വലിയ ഒരു അധിനിവേശ ക്ലെയിമാണ്, അല്ലെങ്കിൽ ഒരു മോഷണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പിടിച്ചെടുക്കലിൻ്റെ ഒരു ശൈലിയായിരുന്നു അത്. അതിനെതിരെ നിലകൊള്ളേണ്ട സർക്കാരാണ്, സാധാരണ ജനത്തോടൊപ്പം നിലകൊള്ളേണ്ട സർക്കാരാണ്. പക്ഷേ സർക്കാർ നിലകൊണ്ടത് വഖഫ് ബോർഡിനോടൊപ്പമാണ്. എന്നിട്ട് ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയും നിയോഗിച്ചു. ഞങ്ങൾക്ക് അന്നേ മനസ്സിലായിരുന്നു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നത് എന്തിനു വേണ്ടി? സമയം കളഞ്ഞു കിട്ടാൻ വേണ്ടി. കാരണം സമയം എത്ര നീളുമോ അതിനുള്ളിൽ പാർലമെൻറ്റിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സാകും എന്ന് സർക്കാരിന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ സർക്കാർ കണക്ക് കൂട്ടിയതൊക്കെ തെറ്റിപ്പോയി. ഇടയ്ക്ക് വഖഫ് സംരക്ഷണ സമിതി കോടതിയിലേക്ക് പോയി. ഇനി വഖഫ് സംരക്ഷണ സമിതി വിജയിച്ചോ? ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട. വഖഫ് സംരക്ഷണ സമിതി വിജയിച്ചോ? ഒന്ന്, വിജയിച്ചു. എവിടെയാണ് വിജയിച്ചത്? ജുഡീഷ്യൽ കമ്മീഷന് ഇക്കാര്യത്തിൽ അവകാശം അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തി തീരുമാനമെടുക്കാനോ സർക്കാരിന് അതിൽ നിന്ന് എന്തെങ്കിലും നിലപാടെടുക്കാനോ അവകാശമില്ല എന്ന അതിൽ വിജയിച്ച് ഇപ്പോൾ കോടതി അത് പറഞ്ഞു. പക്ഷേ ജുഡീഷ്യൽ കമ്മീഷന് ഹൈക്കോടതിക്ക് മുന്നിൽ വഖഫ് സംരക്ഷണ സമിതി കൊടുത്ത കേസ് എന്തായിരുന്നു? മുനമ്പം ഭൂമി വഖഫാണെന്ന് കോടതികൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കെ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ കോടതികൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കെ ഈ കമ്മീഷൻ്റെ ആവശ്യം എന്താണെന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷേ കോടതി കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? കോടതി പറയുന്നത് ഈ ഭൂമി വഖഫ് ബോർഡ് വഖഫ് ഭൂമിയായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതേക്കുറിച്ചുള്ള തർക്കം, ലിറ്റിഗേഷൻ വഖഫ് ട്രൈബ്യൂണലിൽ പെൻഡിങ് ആണ്. ഈ സമയത്ത് സർക്കാരിന് ഇങ്ങനൊരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കാൻ അധികാരമില്ല എന്നാണ്. പെൻഡിങ്ങായി നിൽക്കുന്നു എന്ന വസ്തുത നിലനിൽക്കെ അത് കണക്കിലെടുക്കാതെ ജുഡീഷ്യൽ കമ്മീഷന് വച്ചു എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ കോടതികൾ ഇത് വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചു എന്ന വഖഫ് സംരക്ഷണ സമിതിയുടെ ആ ഒരു തട്ടിപ്പ് അത് പൊളിഞ്ഞിരിക്കുകയാണ് ഈ കോടതി വിധിയിലൂടെ. ഓർക്കണം, ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഈ കേസ് കേൾക്കാൻ ആരംഭിച്ച ആ സമയം അദ്ദേഹം തുടങ്ങിയത് എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ? അദ്ദേഹം തുടങ്ങിയത് കോടതികൾ ഓൾറെഡി വഖഫായി പ്രഖ്യാപിച്ച ഈ ഭൂമിയിൽ പിന്നൊരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം എങ്ങനെ നടത്താൻ കഴിയും എന്നതായിരുന്നു ചോദ്യം. അപ്പം അതുകൊണ്ട് ആ ചോദ്യം ഇവിടെ ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കേൾക്കുന്നു. കോടതിയുടെ ഇടപെടൽ ഇവിടെ ഇങ്ങനൊരു സംഭവം ഇല്ല. കോടതി ഒന്നും വിധിച്ചിട്ടില്ല. കൃത്യമായിട്ട് പറയുകയാണ് വഖഫ് ട്രൈബ്യൂണലിൽ ഇത് പെൻഡിങ്ങിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കോടതിയും ഇത് വഖഫാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വിധി തങ്ങൾക്ക് അനുകൂലമായി വാങ്ങാനും ഇത് വഖഫാണെന്ന് കോടതികളെല്ലാം പറഞ്ഞിരിക്കുന്നു എന്ന ഒരു വിധി വാങ്ങാനുമുള്ള ഗൂഢതന്ത്രം, വഖഫ് സംരക്ഷണ സമിതിയുടെ ഗൂഢതന്ത്രം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള യാഥാർത്ഥ്യം. അച്ഛാ, അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രതിപക്ഷം അവരും ഇതിൽ അജ്ഞരാണോ, അതോ അവരും ഈ ഭരണപക്ഷത്തോടൊപ്പം തന്നെ ഈ മുൻപൻ ജനതയെ പറ്റിക്കുകയാണോ ചെയ്യുന്നത്? പ്രതിപക്ഷത്തിൻ്റെ നിലപാട് രണ്ടും രണ്ട് രീതിയിലാണെന്നറിയാമല്ലോ. കോൺഗ്രസിൻ്റെ ആൾ അഥവാ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് എന്താണ്? ഇത് വഖഫല്ല, മുനമ്പം ഭൂമി വഖഫല്ല. പിന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ 10 മിനിറ്റ് കൊണ്ട് ശരിയാവും. അങ്ങനെ വി ഡി സതീശൻ. മുസ്ലിം ലീഗിൻ്റെ ശ്രീ കുഞ്ഞാലിക്കുട്ടി എന്താ പറയുന്നത്? മുസ്ലിം സംഘടനകളുടെ എല്ലാം നിലപാട് ഈ ജനത്തെ കുടിയൊഴിപ്പിക്കരുത് എന്നാണ്. നോക്കണം, UDF അകത്ത് തന്നെയുള്ള സൂത്രക്കളിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് വഖഫ് ഭൂമിയല്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞത് മുസ്ലിം ലീഗ് അറിയാതെയാണോ?
പിന്നീട് മുസ്ലിം ലീഗിലെ ചിലർ ശബ്ദം ഉയർത്താൻ തുടങ്ങിയപ്പോഴേക്കും മുസ്ലിം ലീഗ് നേരെ തിരിഞ്ഞു. എന്നിട്ട് എന്താ പറയുന്നത്, കൊടി ഒഴിപ്പിക്കരുത് എന്ന്. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ നിശബ്ദനാവുകയും ചെയ്തു. തർക്കത്തിലില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ നാടകം കളി നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മുനമ്പം ജനത്തിൻ്റെ പ്രശ്നം കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമാണോ? ഈ കേരളത്തിൽ ആരെയാണ് എവിടെ നിന്നാണ് കുടിയൊഴിപ്പിക്കാൻ പറ്റുന്നത്? ആരെങ്കിലും ഒരു പുറമ്പോക്കിൽ കയറി താമസിച്ചാൽ പോലും കുടിയൊഴിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ട്. ഇത് സ്വന്തമായ ഭൂമി കാശ് കൊടുത്ത് വാങ്ങി പട്ടയത്തോടി കരമടച്ച് ഉപയോഗിക്കുന്ന ഭൂമിയിൽ നിന്ന് ആരാണ് ഇവിടെ കുടിയൊഴിപ്പിക്കാൻ വരുന്നത്? അപ്പോൾ കുടിയൊഴിപ്പിക്കുക എന്നുള്ളൊരു വിഷയം ഇവിടെ ഉദിക്കുന്നേ ഇല്ല. അവിടുത്തെ ജനത്തിൻ്റെ പ്രശ്നം എന്താ? അവരുടെ റവന്യൂ അവകാശങ്ങൾ തടയപ്പെട്ടിരിക്കുന്നു എന്നല്ലേ. മുസ്ലിം ലീഗിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പറയേണ്ടത് എന്താ? റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായിട്ട് എത്രയും വേഗം തിരിച്ചു കൊടുക്കൂ എന്നല്ലേ മുസ്ലിം ലീഗ് പറയേണ്ടത്? വഖഫ് ബോർഡ് ചെയ്ത തോന്നിയാസത്തെ പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടി തന്നെയാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. അതിന് അബ്ദുറഹ്മാൻ്റെ കൈപിടിച്ചു മുസ്ലിം ലീഗ്. അബ്ദുറഹ്മാൻ്റെ താല്പര്യം എന്താണ്? ഇത് വഖഫ് ഭൂമി തന്നെയാണെന്ന് സ്ഥാപിച്ചെടുക്കലാണ്. തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ നിലപാടതാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞു. നിലവിലുള്ള വഖഫ് ആക്ട് അതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിൽ ഉള്ളത്. നിലവിലുള്ള വഖഫ് ആക്ട് ഭേദഗതി ചെയ്യാതെ മുനമ്പംകാർക്ക് ശാശ്വതമായ പരിഹാരം ഇല്ല. പക്ഷേ കോൺഗ്രസ്സാണ് ഈ നിയമം കൊണ്ടുവന്നത് 1995. 2013 അത് കൂടുതൽ മുറുക്കിയതും കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് തങ്ങളുണ്ടാക്കിയ നിയമത്തിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു വയ്ക്കാനുള്ള ഒരു തത്രപ്പാടാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ളത്. കോൺഗ്രസിനെ ചാട്ടക്കയറ്റി ഇത് മുഴുവൻ ഇതുപോലെ എഴുതി ഉണ്ടാക്കിച്ചത് മുസ്ലിം ലീഗ് തന്നെയാണ് താനും. അതുകൊണ്ട് ഈ നിയമത്തിൽ ഒരു കുഴപ്പമില്ല, അതിനെ തുടരുത് എന്ന് പറയണം മുസ്ലിം ലീഗിനും. അതുകൊണ്ടാണ് മുനമ്പം വിഷയത്തിനും ഭേദഗതി ബില്ലിനും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് തുടക്കം മുതൽ ഈ വി ഡി സതീശനും ഈ കുഞ്ഞാലിക്കുട്ടിയും പിന്നെ ഇത് ഏറ്റെടുത്ത ക്രൈസ്തവ സമുദായ നേതാക്കളും പറഞ്ഞത്. പ്രസ്ഥാനങ്ങൾ ഇത് തന്നെ പറഞ്ഞു. മുനമ്പം വിഷയത്തിനും വഖഫ് ഭേദഗതി ബില്ലിനും തമ്മിൽ ബന്ധമില്ല എന്ന് വി ഡി സതീശൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ആ വാക്കുകൾ തത്തമ്മ പൂച്ച പോലെ വിഴുങ്ങി പറഞ്ഞ നേതാക്കൾ, ക്രൈസ്തവ സമുദായത്തിൻ്റെ നേതാക്കൾ ഇവിടെ ഉണ്ട്. ലജ്ജിക്കണം. ഇപ്പോൾ നമ്മൾ കാണുന്നു ഒരൊറ്റ രീതിയേ ഉള്ളൂ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ. അത് വഖഫ് നിയമ ഭേദഗതി മാത്രമാണ്. അല്ല, അതിന് പാർലമെൻറ്റിൽ അത് എന്തുകൊണ്ടാണ് ഇത് കാലതാമസം എടുക്കുന്നത്? എന്തുകൊണ്ട് ഈ മുനമ്പം ജനത അതിനുവേണ്ടി കാത്തിരിക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും കഴിഞ്ഞ സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കുമെന്നും പാസ്സാക്കുമെന്നാണ് BJP പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ സമ്മേളനത്തിൽ നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് BJP അത് ബജറ്റ് സമ്മേളനത്തിലേക്ക് മാറ്റിവെച്ചു. സത്യത്തിൽ ആ സമയത്ത് LDFും UDFും അതുപോലെ തന്നെ ഈ പറയുന്ന BJPയും നമ്മളെ ചതിക്കുന്നു എന്ന ഒരു ചിന്തയാണ് നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ ബജറ്റ് സമ്മേളനത്തിൽ ഇപ്പോൾ JPCയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു. അത് ഈ ദിനങ്ങളിൽ, ഇന്നോ നാളെയോ ആയിട്ട് ഈ ദിവസങ്ങളിൽ തന്നെ പാർലമെൻറ്റിൽ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിൽ വോട്ടെടുപ്പ് നടക്കുമെന്നും ആ ഭേദഗതി ബിൽ പാസ്സാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പാസ്സായാൽ ഉറപ്പായും അതിലെ സെക്ഷൻ നമ്പർ 2 അതിൽ മുനമ്പംകാർക്കുള്ള സൊല്യൂഷൻ കൃത്യമായിട്ട് ഉണ്ട്. ഫാറൂഖ് കോളേജ് ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിരിക്കെ അതിലേക്ക് ഒരു മുസ്ലിമായ ഒരു സിദ്ദിഖ് സേട്ടു നൽകിയ ഭൂമിക്ക് വഖഫിനോട് സമാനത ഉണ്ടെങ്കിൽ പോലും അത് ഒരു രജിസ്ട്രേഷൻ ആക്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ സൊസൈറ്റി നിയമം അനുസരിച്ച് മാത്രമേ നടക്കൂ. അല്ലാതെ വഖഫ് ആക്ടിന് കീഴിൽ അത് വരില്ല എന്നാണ് കൃത്യമായി ഈ സെക്ഷൻ 2 ഭേദഗതി നിർദ്ദേശം പറയുന്നത്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ അച്ഛാ, ഈ മുനമ്പം ജനതയുടെ ഇനിയുള്ള അവരുടെ ആ സ്വപ്നം പൂർത്തീകരിക്കുമോ? ഇനി അവർ മുന്നോട്ട് എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഈ ക്രിസ്ത്യൻ നാമധാരികളായ രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണാധികാരികളുടെയും അവരെ തിരിച്ചറിയുന്നുണ്ട്. അവരെന്തുകൊണ്ടാണ് ഇരട്ടത്താപ്പ് കളിക്കുന്നത്? ഇവിടെ നിയമപരിരക്ഷയുള്ള ഒരു കൊള്ള സംഘം
അതാണ് വഖഫ് ബോർഡ്. ഇപ്പോൾ മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പറയാം, നിയമപരിരക്ഷയുള്ള ഒരു കൊള്ളസംഘം. ഈ കൊള്ളസംഘത്തിന് ഇങ്ങനെ മറ്റുള്ളവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? അത് നിലവിലുള്ള മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഫലമാണ്. ഈ പ്രീണന രാഷ്ട്രീയം അത് UDF മാത്രമല്ല കളിക്കുന്നത്, LDFും കൃത്യമായി കളിക്കുന്നുണ്ട്. കേരളത്തിൽ അത് വളരെ പ്രകടമായി കാണാം. ഈ മുനമ്പം വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാടുകൾ നോക്കൂ. സമരം നിർത്തണമെന്ന് പറഞ്ഞു, മന്ത്രി P. രാജീവ് പറഞ്ഞു, പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ? അപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞു, പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ, ഇനി സമരം പിൻവലിക്കണം. ഒരു ആഴ്ചയോളം ആ മുനമ്പം പള്ളിയിലെ വികാരി അച്ഛൻ്റെ മേൽ ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഈ സമരം പിൻവലിക്കുക. സത്യം പറഞ്ഞാൽ അവിടുത്തെ വികാരി അച്ഛനെ ഞാൻ നമിക്കുകയാണ്. ഏതെല്ലാം രീതിയിലുള്ള പ്രഷറിനെയാണ് അദ്ദേഹം അതിജീവിച്ച് ആ ജനത്തോടൊപ്പം എല്ലാ ജാതി മത വ്യത്യാസം ഒന്നും കൂടാതെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തി ഒരൊറ്റ കോസ് വളരെ സുന്ദരമായ രീതിയിൽ അങ്ങേയറ്റത്തെ മതേതര ബോധത്തോടു കൂടി ഒരു ഗാന്ധിയൻ വേയിൽ എത്ര സുന്ദരമായൊരു സമരമാണ്, വിജയിച്ച സമരമാണ്. അത് വിജയിച്ച് കഴിഞ്ഞു, ആ സമരം വിജയിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ് സംഭവിക്കാൻ പോകുന്നത്? BJP ആണ് നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത്. അത് JPCക്ക് വിടുക പോലും ചെയ്തു. അതായത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുള്ള ഒരു സംഗതിയാണ്. അവിടെയെങ്കിലും ഭാവാത്മകമായ നിലപാടെടുക്കാൻ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ CPMനോ CPIക്കോ കഴിഞ്ഞിരുന്നെങ്കിൽ മതേതരവാദികളായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ അവർക്ക് കയറി പറ്റാമായിരുന്നുണ്ട്. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായും ഭേദഗതി ബില്ല് പാസ്സാകും. അതിനെതിരെ നിലപാടെടുത്തവരെല്ലാം ഈ ജനത്തിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞ് പോവുകയും ചെയ്യും.